കഷ്ടങ്ങൾക്കെന്നും നീ നാഥനേ, ആകെയും കാരുണ്യം നൽകും പടച്ചോനേ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ളോഗ്. ഇന്ന് ആട്ടപ്പൊടി വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു ചെറിയ ബൗളിന് ഒരു ബൗൾ ആട്ടപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം നെയ്യാണ്. നെയ്യ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം മാവൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഈ മാറ്റി വയ്ക്കുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങാണ്. ഒരു വലിയ കിഴങ്ങാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി കിഴങ്ങിലേക്ക് കുറച്ച് മസാലകൾ കൂടി ചേർക്കാനുണ്ട്. അതിനായിട്ട് 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ചാട്ട് മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം കോൺഫ്ലവറും ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് നന്നായി കുഴച്ചെടുക്കുക. ഞാനിവിടെ കൈവച്ച് തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് 2 ഉരുളകളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നല്ല തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. 2 ഉരുളകളും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്നും ഒന്നെടുത്ത് അതിലേക്ക് ഈ ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. ഫില്ലിങ് നല്ല രീതിയിൽ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ ഫില്ലിങ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗങ്ങളിലേക്കും ആകുന്ന വിധത്തിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഫില്ലിങ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ചീസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ പരത്തി തയ്യാറാക്കി വെച്ചിരുന്നത് ഇതിന് മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. അറ്റമൊന്നും ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി തന്നെയാണ് ഇത്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ നമ്മുടെ സ്നാക്സ് കിട്ടുന്നതാണ്. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മാവ് ഉപയോഗിച്ചിട്ട് ഒന്ന് പരത്തിയെടുത്ത് ഗ്ലാസ് കൊണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്നാക്സ് ആയിട്ടും മാറ്റാവുന്നതാണ്. എരിവ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഫില്ലിങ് തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ബാക്കി വന്ന ആ മാവ് വെച്ച് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാകാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഓരോ സ്നാക്സും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം കുക്കായി വരുന്ന സമയത്ത് മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ സ്നാക്സ് കുക്കായി കിട്ടുന്നതാണ്.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.